ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോമെറാഗി. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വാട്ടർ RCDs. അപ്പോൾ ELCB കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ELCBയുടെ സെയിം പർപ്പസ് തന്നെയാണ് ഒരു റെസിഡുവൽ കറണ്ട് ഡിവൈസസ് RCDs ചെയ്യുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻസാണ് വരുന്നത്. ഒന്ന് RCCB, അതുപോലെ RCBO. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പർപ്പസ് ELCB റെസിഡുവൽ കറണ്ട് ഡിവൈസസിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ ELCB ആണ് RCDs വരുന്നതിന് മുമ്പായിട്ട് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ELCBയും RCDസും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ കണക്ഷൻസിലായാലും സർക്യൂട്ടിലായാലും ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പം ബേസിക്കലി എന്താണ് ഇപ്പോൾ RCCB ആയാലും RCB ആയാലും അതിൻ്റെ ബേസിക്കായിട്ടുള്ള ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ELCB നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ പാനലിൻ്റെ ഇൻകമറായിട്ടാണ് ഉപയോഗിക്കുന്നത്. RCDസും സെയിം സ്ഥലത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു ഇൻകമർ എന്ന രീതിയിൽ തന്നെയാണ് RCDs ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൻ്റെ വയറിങ് അതുപോലെ സർക്യൂട്ടിലും ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ RCD എന്ന് പറയുന്നത്, അതിൽ RCDയിലേക്ക് വരുന്ന കണക്ഷൻ എന്ന് പറയുന്നത് ഫേസ് ന്യൂട്രൽ കണക്ഷനാണ് മെയിനായിട്ട്. ബേസിക് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ മെയിനായിട്ട് വരുന്നത് ഫേസ് ന്യൂട്രൽ കണക്ഷൻസാണ്. അപ്പോൾ ഫേസ് നേരെ വന്നിട്ട് അതിൽ മെയിനായിട്ടും വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് 3 ടൈപ്പ് കോയിൽസാണ്. ഒന്ന് ഒരു പ്രൈമറി കോയിൽ, പിന്നെ ഒരു സെക്കൻഡറി കോയിൽ, പിന്നെ ഒരു ടെർഷ്യറി കോയിൽ, അതായത് സെൻസിങ് കോയിൽ എന്ന് പറയും. ഇത്രയും 3 ടൈപ്പ് കോയിൽസ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം അതിനു മുമ്പായിട്ട് പിന്നെ വരുന്നത് ഒരു റിലേ ആണ്. ഈ റിലേ എന്താണ്, അതുപോലെ ഈ ഓരോ കോയിലിൻ്റെയും വർക്കിംഗ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിപ്പം ഇൻകമിങ് സപ്ലൈ ആണ് നമുക്ക് വരുന്നത്. അതിപ്പോൾ നമ്മുടെ ഒരു മീറ്റർ കഴിഞ്ഞിട്ടോ, ഇപ്പം വീടുകളിൽ മീറ്റർ കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ എനർജി മീറ്റർ കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ എനർജി മീറ്റർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ICDP സ്വിച്ചോ എന്തെങ്കിലും ഒരു ഐസൊലേറ്റർ യൂണിറ്റ് കഴിഞ്ഞിട്ട് നേരെ വരുന്ന സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ പാനലിൻ്റെ അകത്ത് നേരെ വരുന്നത് ഈ ഒരു ഡിവൈസിലോട്ടാണ്. അപ്പം അതിൻ്റെ ഇൻകമിങ് സപ്ലൈ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സപ്ലൈ നേരെ വന്നിട്ട് ഈ ഫേസ് വരുന്നത് നേരെ ഫേസ് കണക്ഷൻ കൊടുക്കുന്നത് ഇതിൻ്റെ പ്രൈമറി കോയിലോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കറണ്ട് ഈ ഒരു ഡയറക്ഷനിൽ പാസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അവിടെ ഫോം ചെയ്യുന്ന ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇതിൻ്റെ ഒരു ഫ്ലക്സ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രൈമറി കഴിഞ്ഞിട്ട് പിന്നെ നേരെ വന്നിട്ട് ലോഡിലേക്കാണ്. അപ്പോൾ അവിടെ വേറെ സബ് സർക്യൂട്ട് കാര്യങ്ങൾ ഉണ്ടാവും, MCBs ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്യണം. ഇത് നമുക്ക് എല്ലാം കൂടെ ഒറ്റ ഒരു ലോഡായിട്ട് കൺസിഡർ ചെയ്തിട്ടൊരു ആറ് ഇമ്പിഡൻസ് ഒരു ലോഡായിട്ട് നമുക്കിവിടെ എടുക്കാം. അപ്പോൾ അതിലൂടെ പാസ് ചെയ്തിട്ട് അത് മൊത്തം ലോഡ്സാണ്. ഇപ്പോൾ ഒരുപാട് സബ് സർക്യൂട്ട്, അതിനെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു ലോഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ പാസ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും നമ്മുടെ ഈ ഡിവൈസിൽ തന്നെ ന്യൂട്രൽ പോയിന്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതായത് ഈ ന്യൂട്രൽ വയർ കൊടുക്കുന്നത് സെക്കൻഡറി വൈൻഡിങ്ങിലാണ്. അപ്പോൾ ഈ സെക്കൻഡറി വൈൻഡിങ്ങിലൂടെ വന്നിട്ട് കറണ്ട് പാസേജ് വന്നിട്ട് നോർമൽ വർക്കിംഗ് കണ്ടീഷനിലാണ് പറയുന്നത്. നോർമൽ വർക്കിംഗ് കണ്ടീഷനിൽ ഇതിലൂടെ കറണ്ട് വന്നിട്ട് ഇത് പാസ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് ന്യൂട്രലിലേക്ക്, അതിൻ്റെ സോഴ്സിലേക്ക് തന്നെ മടങ്ങുന്നു. ഇതാണ് ഇതിൻ്റെ നോർമൽ വർക്കിംഗ് കണ്ടീഷൻ. ഈ നോർമൽ വർക്കിംഗ് കണ്ടീഷനിൽ ആദ്യത്തെ പ്രൈമറി കോയിലാണെങ്കിൽ അതിൻ്റെ ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനിലാണ്. അതുപോലെ സെക്കൻഡറി കോയിലാണെങ്കിൽ ഇതിൻ്റെ ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നോർമൽ വർക്കിംഗ് കണ്ടീഷനിലാണെങ്കിൽ
നോർമൽ വർക്കിംഗ് കണ്ടീഷനിലാണെങ്കിൽ അവിടെ റിസൾട്ടൻ്റ് ഫ്ലക്സ് അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ ഫ്ലക്സ് എന്ന് പറയുന്നത് 5P മൈനസ് 5N ആണ്. 5P മൈനസ് 5N എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നോർമൽ വർക്കിംഗ് കണ്ടീഷനിൽ, അതായത് ഒരു കറണ്ട് ഡ്രോ സർക്യൂട്ടിൽ എവിടെയെങ്കിലും ഒരു ലീക്കേജ് കറണ്ട്, റെസിഡൽ കറണ്ട് ഫ്ലോ ഇല്ലെങ്കിൽ അവിടെ ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ കറണ്ടിൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ കറണ്ട് മൂലമാണ് ഫ്ലക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫ്ലക്സിലും അവിടെ നോ ചേഞ്ചസ്, സെയിം മാഗ്നിറ്റ്യൂഡാണ്. അത് ഫ്ലക്സ് ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇതിൻ്റെ ഇങ്ങനെയാണ്, സെയിം ഡയറക്ഷനിൽ തന്നെയാണ്, കൗണ്ടർ ക്ലോക്ക് വേസിലാണ്. ഇതിങ്ങനെ വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ എന്നാലും അവിടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഫ്ലക്സ് 0 ആകുമ്പോൾ ഈ സെൻസിങ് കോയിൽ കാര്യമായിട്ടൊന്നും സെൻസ് ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫ്ലക്സിൻ്റെ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സെൻസിങ് കോയിൽ, ടെറിഷ്യറി കോയിൽ എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത്. അപ്പം നോർമൽ വർക്കിംഗ് കേസിൽ ഇവിടെ ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ഫ്ലക്സ്, അതുകൊണ്ട് തന്നെ ഈ കോയിലിലൊന്നും സെൻസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന റിലേ എന്ന് പറയുന്നത് അത് വർക്ക് ചെയ്യുന്നില്ല. ഇനി ഇൻ കേസ് ഓഫ് ഫാൾട്ടിൻ്റെ സമയത്ത് നമ്മൾ കറണ്ട് ഫ്ലോ ഇവിടെ ഉണ്ടാവുന്നു. കറണ്ട് ഫ്ലോ സാധാരണ രീതിയിൽ ഉണ്ടാവുന്നു. നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുന്നു. ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റ്, ഇപ്പോൾ ഈ ഒരു പാത്തിൻ്റെ എവിടെ വേണമെങ്കിലും ഇലക്ട്രിക്കൽ കോണ്ടാക്ട്സ് വരുന്ന സ്ഥലങ്ങൾ നമ്മളിപ്പോൾ തൊട്ടു എന്ന് വെച്ചോ. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റ് പോയിൻ്റ്, ഒരു കറണ്ട് സെൻസിറ്റിവിറ്റി ഉണ്ടാവും. അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന വാല്യൂസ് സാധാരണ 10 മില്ലി ആംബിയേഴ്സ്, 30 മില്ലി ആംബിയർ അത് വരുന്നതിൽ പറയും. അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് പോയിൻ്റ് ഉണ്ടാവും, ഒരു സെൻസിങ് കറണ്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരു 10 മില്ലി ആംബിയർ കറണ്ട് സെൻസിറ്റിവിറ്റി ഉള്ള ഡിവൈസ് ആണെങ്കിൽ നമുക്കിവിടെ ആരെങ്കിലും തൊടുന്ന സമയത്ത്, ഇപ്പോൾ കോണ്ടാക്ട്സിൽ ആരെങ്കിലും തൊടുന്ന സമയത്ത് ഈ 10 മില്ലി ആംബിയർ കറണ്ട് ഈ ഒരു ആളുടെ പേഴ്സണലിൻ്റെ ശരീരത്തിലൂടെ കടന്നു പോകും. അപ്പോൾ ഡിഫറൻസ് ഇൻ കറണ്ട് ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഒരു 2 ആംബിയർ ആണെങ്കിൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന വെച്ചോ, ഫേസിലൂടെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ആ 2 ആംബിയറിൽ ഒരു 10 മില്ലി ആംബിയർ ഓൾറെഡി ഇയാളുടെ ശരീരത്തിലൂടെ കടന്നുപോയി. അപ്പോൾ അതിൽ ബാക്കി വരുന്ന കറണ്ട് മാത്രമാണ് ഈ സെക്കൻഡറി കോയിലിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആദ്യത്തേലുണ്ടാവുന്നതും ഇതും തമ്മിലുണ്ടാകുന്ന കറണ്ടിൻ്റെ ഡിഫറൻസ് പറയുന്നത് ഈ 10 മില്ലി ആംബിയർ, ഇവിടെ എത്ര ചിലവായോ ആ ഒരു 10 മില്ലി ആംബിയർ കറണ്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ അത്രയും കറണ്ട് വരുന്ന സമയത്ത് ഡിഫറൻസ് ഇൻ കറണ്ട്, അപ്പോൾ ഡിഫറൻസ് ഇൻ ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും. ആ ഡിഫറൻസ് ഇൻ ഫ്ലക്സ് കാരണം എന്ത് ചെയ്യും, ഈ ഒരു സെൻസിങ് കോയിൽ ആക്ടിവേറ്റ് ആവുകയും ഇതിലൂടെ കറണ്ട്, ഈ ഫ്ലക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കറണ്ട് പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാകും. അപ്പോൾ അത് ഈ ഒരു റിലേ ത്രൂ കണക്റ്റഡ് ആയിരിക്കും. ഈ ഒരു സിസ്റ്റം റിലേ ത്രൂ കണക്റ്റഡ് ആയതുകൊണ്ട് ഇവിടെ ആ വരുന്ന കറണ്ട് ഇവിടെ സെൻസ് ചെയ്യുകയും റിലേയിലേക്ക് കൊടുക്കുകയും റിലേ ആക്ടിവേറ്റ് ആയിട്ട് നോർമലി ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അത് നോർമലി ഓപ്പൺ, ഈ ഒരു കോണ്ടാക്ട്സ് ഓപ്പണായി വിടുകയും സർക്യൂട്ട്, അതാണ് ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. RCCBയുടെ ട്രിപ്പിംഗ് നടക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു കറണ്ട് ഇവിടെ എത്തുന്ന സമയത്ത് ഈ ഒരു RCCB ഓപ്പറേഷൻ നടക്കും. നോർമലി ഇത് ക്ലോസ്ഡ് ആയിരിക്കും, കോണ്ടാക്ട്സ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഇൻ കേസ് ഓഫ് ഫാൾട്ട് ഇതുപോലെ സംഭവിക്കുന്ന സമയത്ത് അത് ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. വർക്കിംഗ് എന്താണെന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായി. വർക്കിംഗ് ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട്. ഇപ്പോൾ RCCB ആണെങ്കിലും 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, RCCB RCBO. ഇപ്പോൾ ഇതിലായാലും ഇതിൻ്റെ ബേസിക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് വരുന്ന RCCB ആയാലും RCB ആയാലും സ്റ്റാൻഡേർഡായിട്ട് വരുന്ന കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്, പിന്നെ റേറ്റഡ് കറണ്ട് വേറെ വരുന്നുണ്ട്, അതിൻ്റെ ഒരുപാട് സ്പെക്ക് കാര്യങ്ങൾ വേറെ വരുന്നുണ്ട്. അപ്പോൾ RCCB RCBO പറയുന്ന സമയത്ത് കൂടുതലായിട്ടുള്ളത് പറയുന്നതാണ്.
ഇപ്പോൾ അതിൻ്റെ കോമൺ ആയിട്ട് വരുന്ന കറണ്ട് സെൻസിറ്റിവിറ്റി, ഇതിൽ പ്രധാനമായിട്ടുള്ളത് കറണ്ട് സെൻസിറ്റിവിറ്റിയാണ്. ഈ ഒരു ഡിവൈസ് കൊടുത്തു തന്നെ നമുക്ക് പേഴ്സണൽ പ്രൊട്ടക്ഷൻ കൂടുതൽ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നമുക്ക് വരുന്നത് 10 മില്ലി ആംബിയർ, 30 മില്ലി ആംബിയർ, 100 മില്ലി ആംബിയർ, അതുപോലെ 300 മില്ലി ആംബിയർ ആണ്. ഇത്രയാണ് വരുന്നത് സ്റ്റാൻഡേർഡായിട്ട് വരുന്നത്. അപ്പോൾ ഇത് കൊടുക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എബവ് 7 മില്ലി ആംബിയർ നമ്മൾ ലെറ്റ് ഗോ കറണ്ട് ആണെന്ന് പറഞ്ഞു. അല്ല, 7 മില്ലി ആംബിയർ ലെറ്റ് ഗോ കറണ്ടാണ്. അപ്പോൾ അതിന് മുകളിലുള്ള വാല്യൂസ് ഒരു 10 മില്ലി ആംബിയർ വരെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ മസിൽ കോൺട്രാക്ഷനൊക്കെ വരുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഓൾറെഡി. അപ്പോൾ 10 മില്ലി ആംബിയർ, 30 മില്ലി ആംബിയർ, 100 മില്ലി ആംബിയർ, 300 മില്ലി ആംബിയർ, ഇത്രയും വാല്യൂസ് ഉണ്ട്. അപ്പോൾ 10 മില്ലി ആംബിയർ സാധാരണ ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റൽസിലൊക്കെയാണ്. ഹോസ്പിറ്റൽസ് അതുപോലെ ഓൾഡ് പീപ്പിൾ ഹോംസിലൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. കാരണം അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ, അവിടെ ഉണ്ടാകുന്ന ആൾക്കാരെ കൺസിഡർ ചെയ്തിട്ടാണ് ആ ഒരു വാല്യൂ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു വാല്യൂ RCDs തന്നെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. വീടുകളിലൊക്കെ ആണെങ്കിൽ സാധാരണ നമുക്ക് 30 മില്ലി ആംബിയർ വരെ പോകാം. നമുക്കറിയാം സഫോക്കേഷൻ പോസിബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. കറണ്ട് ഡേഞ്ചർ ആൻഡ് സേഫർ വാല്യൂസ് പറഞ്ഞ സമയത്ത് ഈ ഒരു വാല്യൂസൊക്കെ നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ 30 മില്ലി ആംബിയർ വരെ നമുക്ക് മാക്സിമം 30 മില്ലി ആംബിയറിലാണ് സഫോക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാല്യൂ വരെ നമുക്ക് മാക്സിമം പോകാവുന്നതാണ്. അപ്പം വീടുകളിൽ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ മാക്സിമം നമുക്ക് 30 മില്ലി ആംസ് വരെ നമുക്ക് ഉള്ള RCDs ഉപയോഗിക്കാം. പിന്നെ വരുന്ന 100 മില്ലി ആംബിയർ, 300 മില്ലി ആംസ് ഒക്കെ ഇൻഡസ്ട്രിയലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇൻഡസ്ട്രിയലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് തീരെ കുറയാനും പറ്റില്ല അവിടെ. അപ്പോൾ അതുകൊണ്ട് 100 മില്ലി ആംബിയർ, 300 മില്ലി ആംബിയർ ആ ഒരു വാല്യൂസൊക്കെ ഇൻഡസ്ട്രിയലാകുമ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് RCCB എന്താണ്, RCB എന്താണ്, ഇതിൽ തന്നെ RCDs വരുന്ന ടൈപ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.